ഹായ് ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ജാനകിയുടെയും അഭിയുടെയും ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം അവർ വിചാരിക്കും ഇന്ന് പ്രശ്നം തീരും, നാളെ പ്രശ്നം തീരും, മറ്റന്നാൾ പ്രശ്നം തീരും. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ഓരോരോ പ്രശ്നങ്ങൾ ജാനകിയും അഭിയും തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു കുഴപ്പമില്ലാതിരുന്ന മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് അപർണ മരുമകളായിട്ട് വന്നത്. അപർണ വന്നതോടുകൂടി പിന്നെ എന്തൊക്കെ സംഭവിച്ചു എന്ന് പ്രേക്ഷകർക്ക് തന്നെ നല്ല കൃത്യമായിട്ട് അറിയാം. അങ്ങനെ ആ ഒരു അടിയും വഴക്കും എല്ലാം തികഞ്ഞ അവസാനം ആ കുടുംബം തന്നെ തകർന്ന് നാശമായിട്ട് നിൽക്കുന്ന സമയത്താണ് സൂര്യനാരായണന്റെ വെളിപ്പെടുത്തൽ വരുന്നത്. സൂര്യനാരായണന്റെ വെളിപ്പെടുത്തൽ കൂടി ആയപ്പോൾ ജാനകി രണ്ടും കൽപ്പിച്ചിറങ്ങി. ഇപ്പോൾ തമ്പി അട്ടപ്പടലം തമ്പി ഇങ്ങനെ പൂട്ടി നിൽക്കുവാണ്. തമ്പിക്ക് ഇനി രക്ഷയില്ല. ഒരു ഭാഗത്ത് രാധാമണിയും മകളും കുടുംബവും, മറുഭാഗത്ത് തൻ്റെ മകളും തൻ്റെ കുടുംബവും. അപ്പൊ ഇതിൽ നിന്നും രണ്ട് സൈഡിൽ നിൽക്കുന്നത് തൻ്റെ മക്കൾ തന്നെയാണ്. പക്ഷേ ഒരു അപർണയ്ക്കാണെന്നുണ്ടെങ്കിൽ തൻ്റെ അച്ഛൻ്റെ പൊയ്മുഖം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഒരു പക്ഷേ ആ ഒരു മുഖം മൂടി വലിച്ചു കയറാൻ സാധിച്ചു കഴിഞ്ഞാൽ അപർണയും തിരിച്ച് ജാനകിയുടെ പക്ഷത്തോട്ടാവും. അവിടെയും ജാനകിയുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. നകുലനും ഇന്ദ്രജയും വന്നതോടുകൂടി ജാനകിയുടെ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുമല്ലേ. അതിന്റെ മുന്നോടിയായിട്ടാണല്ലോ ഇപ്പൊ അഭിക്കും ജാനകിക്കും ഇടയിൽ ചെറിയൊരു വിള്ളൽ വീണ്ടും തുടങ്ങിയത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ജാനകിയുടെയും അഭിയുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. വളരെ വലിയ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അഭിയുടെ വായിൽ നിന്നും നകുലൻ എന്ന് പറയുന്ന പേര് കേട്ടപ്പോൾ തന്നെ ജാനകി ഒന്നും ഞെട്ടി. പക്ഷേ ജാനകി അപ്പോഴും തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ അഭിയോട് തുറന്നു പറയാൻ തയ്യാറായില്ല. അത് തന്നെയാണ് അഭിയുടെയും പ്രശ്നം. തിരികെ രാധാമണിയെ നോക്കാനായിട്ട് ആ വൈദ്യൻ വന്നപ്പോൾ അഭിയും ജാനകിയും അകത്തോട്ട് പോയി. വൈദ്യൻ വന്ന് രാധാമണിയുടെ കൈ പിടിച്ചൊന്ന് നോക്കി. അത് പിടിച്ചു നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി. എന്നിട്ട് അഭിയോടും ജാനകിയോടും പറഞ്ഞു, നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയുണ്ടല്ലോ, ഭ്രാന്ത് കഴിഞ്ഞ് വരുന്ന അടുത്ത അവസ്ഥയാണിത്. ഭ്രാന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ഫ്രസ്ട്രേഷൻ, ആ ദേഷ്യവും സങ്കടവും എല്ലാം പൊട്ടി പുറത്തേക്ക് വരും. അതാണ് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുന്നത്. എന്നാൽ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഭ്രാന്ത് വന്ന് അവസാനം ഒന്നും ആരോടും പറയാനില്ലാതെ, ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് നീറി ആ ഒരു സംഭവം മനസ്സിൽ കിടന്ന് ഇങ്ങനെ വിങ്ങി പൊട്ടിയാണ് അവസാനം രാധാമണിയുടെ ഉള്ളിലെ ആ ഒരു ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടത്. ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ രാധാമണിയുടെ സംസാര ശേഷിയും അവിടെ നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് രാധാമണി ഇങ്ങനെ ഒരു അവസ്ഥയിലായതെന്നും, എന്നാൽ ഒരു 3 മാസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ മതി. 3 മാസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കിട്ടുമ്പോൾ തന്നെ രാധാമണിയുടെ ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം സംഭവിക്കും. രാധാമണി സംസാരിച്ചു തുടങ്ങും. രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടുമെന്നും വൈദ്യൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. തൻ്റെ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ചാൽ മതി, അത് തന്നെയാണ് ജാനകിയുടെ ഏറ്റവും വലിയ ആഗ്രഹവും. അങ്ങനെ അമ്മയെ നോക്കാനായിട്ട് അവിടെ ഒരു ആളെ കാണിച്ചു കൊടുത്തു. ആ സ്ത്രീയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അത് അവിടുത്തെ ആ വൈദ്യൻ്റെ സഹോദരിയുടെ മോളാണ്. ആ ഒരു വൈദ്യൻ എന്ന് പറയുന്നത് തൻ്റെ വല്യച്ഛനാണെന്ന് ജാനകിയോട് ആ പെൺകുട്ടി പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാം എന്നുകൂടി ആ പെൺകുട്ടി പറഞ്ഞു. ആ ആശ്വാസത്തിൽ തന്നെയാണ് തിരികെ ജാനകി വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അഭി ജാനകിയെ വീടിൻ്റെ പകുതി വരെ ജംഗ്ഷനിൽ കൊണ്ടാക്കിയിട്ട് അഭി നേരെ പോയി. എന്നാൽ അഭി നേരെ പോയത് ഒരു സ്ഥലത്തേക്കാണ്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം കാറ് നിർത്തിയിട്ടിട്ട് അഭി ആലോചിച്ചു നകുലനെ ആദ്യമായി കണ്ട നിമിഷവും, അതിനുശേഷം നകുലനോട് താൻ സംസാരിച്ച കാര്യങ്ങളും, പിന്നെ ഒരിക്കൽ നകുലനെ താൻ കാണാതെ നിന്ന സമയത്ത് നകുലൻ വന്ന് തൻ്റെ മുന്നിൽ നിന്നപ്പോൾ ആളെ അറിയാം, പക്ഷെ പേര് മറന്നുപോയി. ആ സമയത്ത് നകുലൻ തന്നോട് പറഞ്ഞ വാചകം, നകുലൻ എന്നാണ് എൻ്റെ പേര്, അതൊരിക്കലും മറക്കാൻ പാടില്ലാത്ത പേരാണ്, ഓർത്ത് വെച്ചിരിക്കണമെന്ന് നകുലൻ തന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യവും ഇപ്പോൾ ജാനകിയെ കണ്ടപ്പോൾ ജാനകിയോട് നകുലൻ്റെ പേര് പറഞ്ഞപ്പോൾ വല്ലാത്ത രീതിയിൽ പരിഭ്രാന്തിയായതും ഒക്കെ അഭിക്ക് ചില സംശയങ്ങൾക്കിടയാക്കി.
ജാനകിയും നകുലനും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. പക്ഷെ അത് ജാനകി എന്നോട് പറയാത്തതാണ്. എന്നാൽ ഒരു കാര്യവും എന്നിൽ നിന്ന് മറച്ചു വെക്കാത്ത ജാനകി എന്തുകൊണ്ടായിരിക്കും തന്നിൽ നിന്ന് ഈ രഹസ്യങ്ങൾ മറച്ചു വെച്ചത് എന്നുള്ളൊരു സംശയം അഭിയുടെ ഉള്ളിൽ വന്നു. അപ്പോഴും അഭിയുടെ മനസ്സിൽ ജാനകി തന്നെ ചതിക്കുമോ, ജാനകി അങ്ങനെ ചതിക്കുന്ന പെൺകുട്ടിയാണോ, അങ്ങനെ ചതിക്കാൻ അവൾക്ക് പറ്റത്തില്ല. ഇനിയിപ്പോൾ ജാനകി തന്നെ ചതിച്ചതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും സംഭവം അവളുടെ ജീവിതത്തിൽ ഉണ്ടായതാണോ എന്നൊന്നും അഭിക്ക് അറിയത്തില്ല. ഭയങ്കര സങ്കടത്തിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു അഭിയും. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ജാനകി തിരികെ വീട്ടിലെത്തിയപ്പോൾ പൊന്നൂനെ കണ്ടു, പൊന്നൂനോട് സംസാരിച്ചപ്പോൾ മേരിയമ്മയുടെ ഫോട്ടോ തനിക്ക് കാണിച്ചു തന്നിട്ട് അത് രാധാമണി വാരസ്യാറാണോ എന്ന് അപർണ ചെറിയമ്മ ചോദിച്ചു എന്നും, അങ്ങനെ ഞാൻ അപർണ ചെറിയമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അത് ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ഇത് മേരിയമ്മയാണ്, അവിടെ കിച്ചൺ ജോലി ചെയ്യുന്ന ആളാണെന്ന് അപർണയോട് പൊന്നു പറഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരി മോളകത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞു പൊന്നുവിനെ പറഞ്ഞു വിട്ടിട്ട് ജാനകി ചിന്തിച്ചു, അപർണയ്ക്ക് എങ്ങനെയായിരിക്കും മേരിയമ്മയുടെ ഫോട്ടോ കിട്ടിയത്? അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. ഇനി അന്ന് വീട്ടിൽ വന്ന ആ ആള് ഉറപ്പായിട്ടും അപർണ പറഞ്ഞയച്ച ആള് തന്നെയായിരിക്കും, അത് ഉറപ്പാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അപർണയ്ക്ക് ഫോട്ടോ കിട്ടാൻ സാധ്യതയില്ലെന്നും ഇനി എന്തായാലും സൂക്ഷിക്കണം എന്ന് ജാനകി മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടയിൽ തമ്പിയെ വിശ്വസിക്കാനായിട്ട് ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ തമ്പിയെ വിശ്വാസമില്ലാത്ത ഒരാള് തമ്പിയുടെ ഭാര്യ തന്നെയാണ്. അപ്പോൾ അപർണ ഈ കാര്യം അറിഞ്ഞിട്ട് തൻ്റെ അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് തൻ്റെ അമ്മയോട് സംസാരിച്ചു, വസുന്ധരാമ്മയോട് സംസാരിച്ചു. എന്നാൽ ജാനകി ശരിയാണ്, തമ്പി തെറ്റാണെന്നുള്ള രീതിയിലാണ് വസുന്ധരാമ്മ സംസാരിച്ചത്. ജാനകി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുവാണെങ്കിൽ അവള് അതില് ശരിയായി ഒന്നെങ്കിൽ അതിൽ ശരി കാണും, ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അവളുടെ കയ്യിൽ തെളിവുകൾ കാണും. അല്ലാതെ അവൾ ഒന്നിനും ഇറങ്ങി പുറപ്പെടത്തില്ല എന്ന് തനിക്ക് ഉറപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി ജാനകിയോട് ജാനകിയല്ല അപർണയോട് പറഞ്ഞപ്പോഴും അപർണ വിമർശിച്ചു. അമ്മയുടെ കൂടെ ഇത്രയും വർഷം ജീവിച്ച അച്ഛനെ അമ്മയ്ക്ക് വിശ്വാസമില്ലേ എന്നാണ് അപർണ ചോദിച്ചത്. എന്നാൽ തനിക്ക് വിശ്വാസമുണ്ടെന്നും, പക്ഷേ തെറ്റ് ചെയ്യാത്ത ആളെ എന്തിനാണ് പരിഭ്രാന്തപ്പെടുന്നത്? നിന്റെ അച്ഛൻ ഈ കേസ് വന്ന അപ്പം മുതൽ വലിയ ടെൻഷനിലാണ്, ഭയങ്കര ഉറക്കമില്ല, എത്ര പെഗടിച്ചാലും ഉറങ്ങത്തില്ല, ടെൻഷൻ അടിച്ച് നടക്കും. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് സംശയം തോന്നത്തില്ലേ? നിന്റെ അച്ഛൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് സംശയം തോന്നത്തില്ലേ? അങ്ങനത്തെ സംശയം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് നിന്റെ അച്ഛൻ്റെതെന്നും, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ജാനകിയോട് പോയി ചോദിക്ക്, തൻ്റെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദയവേത് ഈ പ്രശ്നങ്ങൾ വഷളാക്കരുത്, ഇത് ഇവിടെ വെച്ച് നിർത്തണം, കേസ് പിൻവലിക്കണം എന്നൊക്കെ നീ ജാനകിയോട് സംസാരിക്കും. ജാനകിയോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജാനകി അത് കേൾക്കുമെന്നാണ് വസുന്ധരാമ അപർണയോട് പറയുന്നത്. അതായത് ജാനകിയോട് അപർണ ചെന്നിട്ട് കേസ് പിൻവലിക്കണമെന്ന് ജാനകിയോട് ആവശ്യപ്പെടണം, അങ്ങനെ ഇത് സംസാരിക്കണം. ജാനകിയോട് ഒരു സഹായം ചോദിക്കാനായിട്ടാണ് വസുന്ധരാമ പറഞ്ഞത്. പക്ഷെ അത് അപർണയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. താനിനി എന്തൊക്കെ സംഭവിച്ചാലും ജാനകിയുടെ മുന്നിൽ പോയി കൈകൂപ്പി നിൽക്കത്തില്ല, തൻ്റെ അച്ഛനെ രക്ഷിക്കാനായിട്ട് ഞാൻ ഏതൊരറ്റം വരെയും പോകും, പക്ഷെ ജാനകിയുടെ മുന്നിൽ പോകത്തില്ല എന്നുള്ളൊരു വാശിയിലാണ് അപർണയും. അപ്പോൾ വസുന്ധരാമയ്ക്ക് അറിയാം തമ്പി തെറ്റ് ചെയ്തു എന്ന് വസുന്ധരാമയെ വിശ്വസിക്കുന്നുണ്ട്. ജാനകി അതുകൊണ്ട് തെളിവില്ലാതെ ജാനകി ഒന്നിനും ഇറങ്ങി പുറപ്പെടത്തില്ല എന്നും വസുന്ധരാമയ്ക്ക് അറിയാം. എന്നാൽ ജാനകിയെ തകർക്കാനായിട്ട് പുതിയൊരു പ്ലാനുകൾ അപർണ തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തമ്പി നേരെ അളകാപുരിയിലെത്തി. എന്നിട്ട് ജാനകിയും അഭിയും കാണാനായിട്ട് അവിടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ പൊന്നു അവിടെ ഉണ്ടായിരുന്നു. പൊന്നുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭി വന്നത്. പൊന്നുവിനോട് അകത്തു പോയി കളിക്കാൻ പറഞ്ഞിട്ട് അഭി തമ്പിയോട് സംസാരിക്കുവാണ്. എന്നാൽ നീ ആദ്യം വിശ്വൻ എന്ന് പറയുന്ന ഒരാളെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിശ്വസിപ്പിച്ചു, എന്നിട്ടിപ്പോൾ നീ ഇവിടം വരെ എന്നെ കൊണ്ട് എത്തിച്ചല്ലേ എന്ന് അഭിയോട് തമ്പി ചോദിച്ചു. പക്ഷേ താൻ എവിടം വരെ എത്തിച്ചെന്ന്, ഞാൻ എന്ത് ചെയ്തു എന്ന്? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. രാധാമണി വാരസ്യാരുടെ ജീവിതം തകർത്തത് നിങ്ങളാണ്. രാധാമണി വാരസ്യാർക്ക് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് അഭി ചോദിച്ചു. അപ്പം ഇതൊക്കെ കേട്ടോണ്ട് വന്ന ജാനകി അഭിയെ തടയുന്നുണ്ട്. അഭിയേട്ട വേണ്ട, ഒന്നും പറയണ്ട, അയാളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് അഭിയോട് ജാനകി പറഞ്ഞു. പക്ഷേ രാധാമണി വാരസ്യാർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് അഭി പറയുകയാണ്,
അന്ന് മാധവ വാര്യർ കേസ് കൊടുത്തതിന് ശേഷം അന്ന് രാത്രി തന്നെ തമ്പിയുടെ ആ ഗുണ്ടകളും സേനനും കൂടി ചേർന്നിട്ട് നേരെ മാധവ വാര്യരെ പോയി ഭീഷണിപ്പെടുത്തി. അതിന് പിന്നാലെയാണ് മാധവ വാര്യർ ആത്മഹത്യ ചെയ്തത്. അതിന്റെ പിന്നിൽ നിങ്ങളാണ് മാധവ വാര്യരെ കൊന്ന് കെട്ടിത്തൂക്കിയതെന്നും അതിനുശേഷം രാധാമണി ഗർഭിണിയാണെന്ന് അറിഞ്ഞ് പിന്നെ ഒരു ഓർഫനേജിലെത്തി. അവിടെയും ഓരോ കാര്യങ്ങൾ ആലോചിച്ച്, നിങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ആലോചിച്ച് ഒന്നും പറയാൻ പറ്റാതെ നിശബ്ദയായിട്ട് മിണ്ടാതിരുന്ന സമയത്തായിരുന്നു നിങ്ങൾ അവിടെ വീണ്ടും അവളെ തേടിയെത്തിയപ്പോൾ രാധാമണിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ടെൻഷനായി, അങ്ങനെ ഭ്രാന്തിന്റെ അവസ്ഥയിലോട്ടെത്തി. അങ്ങനെ രാധാമണി നിലവിളിച്ചുകൊണ്ട് ഓടുന്ന കാഴ്ചയാണ് അതിനുശേഷം അവിടെയുള്ളവരെല്ലാവരും കണ്ടത്. അതിനുശേഷമാണ് രാധാമണിക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചതെന്നും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയതെന്നും തമ്പിയോട് പറയുവാണ്. തമ്പിക്ക് ഒന്നും പറയാൻ ഉത്തരമില്ല. ഒരു ഉത്തരവും പറയാനില്ലാതെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന തമ്പിയാണ് ജാനകി അവിടെ കണ്ടത്. പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഓരോ നിമിഷവും ഓരോ സത്യങ്ങളാണ് അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ചില രഹസ്യങ്ങൾ പുറത്തായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തമ്പിക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. സത്യങ്ങളെല്ലാം എല്ലാവരും അറിയും. പക്ഷേ നകുലന്റെ കാര്യങ്ങളൊന്നും തന്നെ അഭിക്ക് അറിയത്തില്ല. നകുലന്റെ കാര്യങ്ങൾ ഇതുവരെയും അഭിയോട് ജാനകി പറഞ്ഞിട്ടുമില്ല. എന്നാൽ ആ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ജാനകിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് അഭി അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ തമ്മിൽ അകലുമോ, നകുലൻ കാരണം അവരുടെ ജീവിതം തന്നെ തകരുമോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.